Court is adjourned. Case number 1. അയൽപക്കത്തെ വീട്ടിലെ വീട്ടുകാരെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കേസ് നമ്പർ 116 സെക്ഷൻ 356 അയൽത്തർക്കം പ്രതിയായ തലക്കവലിയില്ലാത്ത നാണി ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോ? ഹാജരില്ല, ഹാജര് വീട്ടിൽ പോയി. ഹാജരുണ്ടോന്നല്ല, ഹാജരുണ്ടോന്നാണ് ചോദിച്ചത്. ഉണ്ടേ. മാന്യ സദസ്സിന് വന്ദനം. ഇതെന്താ മിമിക്രി അവതരിപ്പിക്കാൻ പോകണം? അതല്ല, ഈ ഗാന്ധിയുടെ പടത്തിന് കീഴിയിരിക്കുന്ന സാറിനും പിന്നെ എന്നെ ശിക്ഷ വിധിച്ച് കാണാൻ കൊതിച്ചിരിക്കുന്ന സകലവിധ ജനങ്ങൾക്കും പിന്നെ എനിക്കെതിരെ പ്രശ്നമുണ്ടാക്കുന്ന ഈ മുടിഞ്ഞ വക്കീലിനും എന്റെ നമസ്കാരം. ഇതെന്താ നമസ്കാരം പറഞ്ഞാൽ രാഗിയാണ്. ഓർഡർ ഓർഡർ നാണി, സത്യം പറയും. ആക്ഷൻ ശരിയാവുള്ളെങ്കിലും നോക്കാം. അമ്മേ, എന്ത് തെറ്റാണ് പിന്നെ ചെയ്തത്? എന്താ ഇത്? ഈ സത്യം ചെയ്യാൻ പറഞ്ഞ സത്യം ചെയ്തു. അതല്ല, ഈ പുസ്തകത്തിൽ തൊട്ട് സത്യം ചെയ്യാൻ. അപ്പൊ സത്യന്റെ ആക്ഷൻ വേണ്ടേ? നാണി, അഭ്യാസം കയ്യിലിരിക്കട്ടെ. ഞാൻ പറയുന്നത് പോലെ പറയണം. പറഞ്ഞോളൂ. ഈ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധ്യപ്പെടുത്തൂ. സത്യം മാത്രമേ ബോധ്യപ്പെടുത്തൂ. ഇത് സത്യം സത്യം സത്യം. ഇത് സത്യം 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 നോണ കംപ്ലീറ്റ് വക്കീൽ പറഞ്ഞു. വാദം തുടങ്ങട്ടെ. വാദം തുടങ്ങിയിട്ട് കുറെ നാളെ മാനെ. ഏത് വാദം? കാലിന് വാദം ഇടത്തെ കാല് പോക്കാൻ പറ്റില്ല. ഓ, ആ വാദമല്ല, വാദം. ഓർഡർ ഓർഡർ. യെസ്, പ്രൊസീഡ്. താങ്ക് യു മൈ ലോർഡ്. ഈ തള്ളയുടെ മേലുള്ള തള്ളയുടെ മേത്ത് നമ്മുടെ തള്ളതിന്റെ തള്ള. കണ്ടോ യുവർ ഓണർ, എത്ര സംസ്കാരമില്ലാതെയാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത്. നിന്റെ തള്ളക്ക് സംസ്കാരം ഇല്ലേ? യുവർ ഓണർ, ഈ സ്ത്രീയുടെ മേലുള്ള കുറ്റം ഇവർ അയൽവക്കത്തെ വീട്ടിൽ എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിന്റെ സത്യം കൂടി ഞാൻ വെളിപ്പെടുത്തുന്നു. ഈ കേസിലെ പരാതിക്കാരൻ ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഈ സ്ത്രീയെ ചോദ്യം ചെയ്യാനുള്ള അനുവാദം കോടതി എനിക്ക് തന്നെ തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. യെസ്, ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. താങ്ക് യു യുവർ ഓണർ. നാണി അല്ലേ? വക്കീല് അല്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഞാനും ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഞാൻ വക്കീലാണ്, നിങ്ങൾക്ക് മറുപടി തരേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ നാണിയാണ്, നിങ്ങൾക്ക് മറുപടി തരേണ്ട ആവശ്യം എനിക്കില്ല. മൈ ലോർഡ്, നാണി കോടതിയെ അപമാനിച്ചിരിക്കുകയാണ്. ഇത് ശരിയാണോ യുവർ ഓണർ? ഓർഡർ ഓർഡർ. ഞാൻ ജഡ്ജിയാ, നിങ്ങളോട് ഈ കാര്യം പറയേണ്ട കാര്യം എനിക്കില്ല. നാണിത്തുള്ള മദ്യപിക്കാറുണ്ട്? വല്ലപ്പോഴും മദ്യപിക്കാറുണ്ട്. അല്ല, വല്ലപ്പോഴും മദ്യപിക്കാതിരിക്കാറുണ്ട്. നിങ്ങളുടെ അയൽവക്കമായ വക്കീൽ സുഖദേവന്റെ, അതായത് എന്റെ വീട്ടിൽ നിങ്ങൾ അതിക്രമിച്ച് കയറുകയും ആ വീട്ടിലെ കിണറ്റിൽ നിങ്ങൾ തേനീച്ചക്കൂടിടുകയും ആ വീട്ടിലെ പയ്യന്റെ, അതായത് എന്റെ മകന്റെ മുഖം പിടിച്ച് മതിലൊരുക്കുകയും എന്റെ ഭാര്യയെ ഹിപ്പോപ്പൊട്ടാമസിന്റെ ഭാര്യ എന്ന് വിളിച്ച് അവഹേളിക്കുകയും ചെയ്തില്ലേ? ഈ പറഞ്ഞെല്ലാം ഞാൻ സമ്മതിച്ചിരിക്കണം. ഇതെല്ലാം ഞാൻ ചെയ്തതുമാണ്. കണ്ടോ യുവർ ഓണർ, പ്രതി കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് ലോകത്തിൽ വെച്ച് കിട്ടാവുന്ന 8 പണി തന്നെ കൊടുക്കണമെന്ന് കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഓർഡർ ഓർഡർ. കോടതിയിൽ അസഭ്യം പാടില്ല. നാണി ഈ പറഞ്ഞൊക്കെ സമ്മതിക്കുന്നു? ഇല്ല, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. അയ്യോ, ഒബ്ജക്ഷൻ യുവർ ഓണർ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എല്ലാം സമ്മതിച്ചതാണ്. ഇപ്പോൾ ജഡ്ജിയോട് തുറ പറയുന്നു. എടാ, വക്കീലന്മാരോടും ഡോക്ടർമാരോടും കള്ളം പറയരുതെന്നാണ്, പക്ഷേ ജഡ്ജിനോട് പറയാല്ല. മൈ ലോർഡ്, ഇത്രയും ധാർഷ്ട്യമായി കോടതി അപമാനിച്ച സ്ത്രീ ചില്ലറക്കാരിയല്ല. നാളെയുടെ ചരിത്രം എടുത്താൽ തന്നെ അത് മനസ്സിലാവും. വീടിന്റെ വിളക്കാണ് വീടിന്റെ വിളക്കാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ മരുമോളെ കൊന്നില്ലേ നിങ്ങൾ? വിളക്കില് മണ്ണെണ്ണ തീർന്നപ്പോ അവളുടെ ദേഹത്ത് ഇത്തിരി മണ്ണെണ്ണ ഒഴിച്ച് തീ ഒഴിപ്പിച്ച്. എത്ര ക്രൂരമായിട്ടാണ് ഇവർ ഒരു കൊലയെ പറ്റി പറയുന്നത്. ഇവരുടെ അച്ഛൻ പച്ചമാംസം വിട്ടുന്ന ആളാണ്. ഇവരുടെ ചേട്ടനാണെങ്കിലോ ആളുകളെ മണ്ണിട്ട് മൂടുന്ന ആളാണ്. ശിവത്തേരിൽ കുഴി വെട്ട്. നാണിയുടെ മകനാണെങ്കിലോ പച്ചമാംസം കത്തിക്കുന്ന ആളാണ്. ശ്മശാനത്തിന് ജോലി. അപ്പൊ ഇത്രയും പേരും അത്ര കുഴപ്പക്കാരൊന്നുമില്ല. ആട്ടെ, നാണിക്ക് എന്താണ് ജോലി? കൊട്ടേഷൻ. കണ്ടോ യുവർ ഓണർ, ഈ സ്ത്രീയുടെ അഹംഭാവം. നീതിപീഠം കണ്ടതിൽ വെച്ച് ഈ സ്ത്രീക്ക് ഏറ്റവും വലിയ ശിക്ഷ നൽകണമെന്ന് ഞാൻ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ഓർഡർ ഓർഡർ. നാണിയെല്ലാം സമ്മതിച്ച സ്ഥിതിക്ക് നാണിയുടെ വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ പൊന്നു ജസ്റ്റിസ്, ഈ പാവം നാണിക്ക് വക്കീലിന് കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് ഈ നാണിയെ തന്നെ സ്വയം ബാധിക്കാൻ അനുവദിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. യെസ്, അപ്രൂവ്. താങ്ക് യു. ഇപ്പൊ വരാം. എവിടെ പോണത്? അത് ശരി, ഇപ്പൊ മനസ്സിലായില്ലേ കോടതി പുള്ളലെന്ന്? ഒളിച്ചോടി പോണേല്ലേ? പോയിട്ടൊക്കെ തന്നെ. ശരി. എന്റെ ദൈവമേ, ഇതെന്താ വക്കീൽ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത്?
എന്തുകൊണ്ട്? അത് വ്യക്തമായിട്ട് സുരേഷ് ഗോപിക്ക് അറിയാൻ പാടില്ല. അവരോട് 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് വാദിഭാഗം വക്കീലിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആശിച്ചു പോകുന്നു. അപ്പോൾ തുടങ്ങാലോ. വക്കീലെ, നിങ്ങൾ എനിക്ക് നേരെ ആരോപിച്ച ആരോപണം ആരോ പണം തന്നെ ചെയ്യിപ്പിച്ചാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാമോ? നിഷേധിക്കും. ഇവൻ നിഷേധിച്ചാൽ എനിക്കത് പുല്ലാണെന്ന് ഞാൻ കോടതി മുമ്പാകെ അറിയിക്കും. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ കിണറ്റിൽ തേനീച്ച കൂടിട്ടത്? ഞാൻ പറഞ്ഞില്ല. എപ്പോ? നിന്റെ കിണറ്റിലെ വെള്ളം തേനാണെന്ന് നീ പറഞ്ഞില്ലേ? അത് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി തേനീച്ച കൂട് കൊണ്ടുവന്നിട്ട്. അപ്പൊ എന്റെ മോന്റെ മുഖം പിടിച്ച് മതിലിട്ട് ഉറച്ചതാ. നിന്റെ മോൻ തങ്കമാണെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാനൊന്ന് ഉറച്ചു നോക്കി. അതൊക്കെ പോട്ടെ, എന്റെ ഭാര്യനെ ഹിപ്പോപ്പൊട്ടാസിന്റെ ഭാര്യ എന്ന് വിളിച്ചതാ. അപ്പൊ നിങ്ങൾ എന്നെയാണ് വിളിച്ചത് ഹിപ്പോപ്പൊട്ടാമസ് എന്ന്? അതൊരു വാസ്തവം മാത്രം. ഈ വക്കീല് കാണാൻ സിംഹത്തെ പോലെയാണോ യുവർ ഓണർ? അല്ല. കടുവയെ പോലെയാണോ? അല്ല. പുലിയെ പോലെയാണോ? അല്ല. അപ്പോ പിന്നെ ഇയാൾ ഏത് മൃഗത്തിന്റെ ചായയാണ് ഇയാൾക്കുള്ളത്? ഹിപ്പോപ്പൊട്ടാമസിന്റെ പോലെ. അത്ര ഞാനും പറഞ്ഞോളൂ. ഈ കേസിൽ ഞാൻ ഉത്തരവാദിയല്ല. കേസിന്റെ വാദം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ആണിത്തള്ളയുടെ മേൽ ആരോപിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ സുഖദേവ് വക്കീലിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ശ്രദ്ധിക്കുക, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാണിത്തള്ളയെ നിരുപാധികം വിട്ടയക്കാൻ കോടതി ഉത്തരവിടുന്നു. കോടതിയിൽ തെളിവുകൾക്കാണ് മുൻതൂക്കം. തെളിവുകൾക്ക്. സൈലൻസ്. ഈ കേസിൽ സാക്ഷിയായി വന്ന് ഉറക്കം തൂങ്ങി നിന്ന ഫോറസ്റ്റ് ഓഫീസറെ ഇന്ന് രാത്രി സത്യവനം യക്ഷിപ്പാറയിലേക്ക് അയക്കാൻ കോടതി ശിക്ഷിച്ചയക്കുന്നു. കൂടാതെ ഈ കേസിൽ നിരപരാധി എന്ന് പറഞ്ഞ നാണിത്തള്ളയെ ഇന്നേ ദിവസം കൈരളിയുടെ ഒരു പ്രോഗ്രാമിൽ പോയി നല്ലൊരു എങ്ങും അവതരിപ്പിക്കാൻ വേണ്ടി കോടതി അനുവദിച്ചയക്കും. ഈ കേസിൽ കള്ളക്കേസ് കൊടുത്ത വക്കീലിനെ ഇന്നേ ദിവസം കൈരളിയുടെ പ്രോഗ്രാമിൽ പോയി കുത്തിയിരുന്ന് മുഴുവൻ പ്രോഗ്രാമും കാണുവാൻ ശിക്ഷിച്ചയക്കുന്നു. സൈലൻസ്, സൈലൻസ്. The court is adjourned again.